തളമ്പാട്ട് കോർപ്പറേഷൻ CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം. തളമ്പാട്ട് താഴം ഡിവിഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗത്തിൽ ബഹളം. ഏരിയ കമ്മിറ്റി അംഗം സദാശിവൻ 4ാം തവണയും മത്സരിക്കുന്നതിനെതിരെ പാർട്ടി പ്രവർത്തകർ തന്നെ രംഗത്ത് വരികയാണ്. മുഹമ്മദ് ഷഹീദ് മറ്റു വിവരങ്ങളുമായി ഇതിന്റെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഷഹീദ്, 4ാം തവണ മറ്റാരുമില്ലേ അവിടെ മത്സരിക്കാൻ? യുവാക്കൾക്കൊന്നും അവസരം കൊടുക്കുന്നില്ലേ? തിരുവനന്തപുരത്തൊക്കെ വലിയ രീതിയിൽ യുവ പ്രാതിനിധ്യമുണ്ടല്ലോ. ആര്യ, അതുതന്നെയാണ് പ്രശ്നം. അതായത് UDF ഈ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ UDF ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി കഴിഞ്ഞു. പക്ഷേ അപ്പോഴും CPM LDFിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും CPM സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും തർക്കം തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോർപ്പറേഷൻ്റെ 9ാം ഡിവിഷൻ തളമ്പാട്ട് താഴത്താണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ സദാശിവൻ അവിടെ 4ാം തവണയാണ് മത്സരം. 3 തവണ മത്സരിച്ചു, 2 തവണ കൗൺസിലറായി, 1 തവണ പരാജയപ്പെട്ടു. പക്ഷേ 4ാം തവണയും സദാശിവൻ ഏരിയ സെക്രട്ടറിയാണ്. സദാശിവനെ മത്സരിപ്പിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കുന്നു. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വാർഡ് കമ്മിറ്റി CPM വാർഡ് കമ്മിറ്റി വിളിച്ചു ചേർത്തു. ആ യോഗത്തിൽ ഈ പേര് പറഞ്ഞപ്പോഴാണ് ബഹളമുണ്ടായത്. അവിടെ CPMന്റെ ശക്തി കേന്ദ്രമാണ്. വിജു രക്തസാക്ഷികൾ ഉൾപ്പെടെയുള്ള ആ രീതിയിൽ പാർട്ടി ശക്തി കേന്ദ്രമായ സ്ഥലമാണ്. അവിടെ പാർട്ടി അംഗങ്ങൾ അതിനെ എതിർത്തു. ഇത് 4ാം തവണയും ഇങ്ങനെ മത്സരിപ്പിക്കാൻ കഴിയുകയില്ല, അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് എതിർത്തു. പിന്നീട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിയാതെ മടങ്ങുകയാണ്. ഇത് സംബന്ധിച്ച് അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഒപ്പം തന്നെയാണ് ഈ തളമ്പാട്ട് താഴത്തിന് പിന്നാലെ തന്നെയാണ് ഡോക്ടർ ജയശ്രീ കോഴിക്കോട്ട് ഡെപ്യൂട്ടി മേയർ ആയി CPM കണക്കാക്കിയിരുന്ന, അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി CPM തീരുമാനിച്ചിരുന്ന ഡോക്ടർ ജയശ്രീയാണ്. ആ ജയശ്രീയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി CPM തീരുമാനിച്ചു. പക്ഷേ ജയശ്രീ ഇപ്പോഴും അത് അംഗീകരിച്ചില്ല. കോട്ടൂളി ഡിവിഷനിലാണ് അവരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. അവിടെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ പൊറ്റമ്പലിലും അവിടെ ഒരു ഏരിയ കമ്മിറ്റി അംഗം അനിൽകുമാറിനെ പാർട്ടി തീരുമാനിച്ചു. പക്ഷേ അനിൽകുമാറിനെതിരെ അവിടെ എതിർപ്പ് ഉയർന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ചില അനിശ്ചിതത്വങ്ങൾ CPM നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.